ഹലോ, നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്ന ഇൻട്രൊഡക്ഷൻ ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ് എന്ന് പറഞ്ഞ ഒരു കോഴ്സാണ്. അപ്പം നമുക്ക് ആദ്യമായിട്ട് തന്നെ സിലബസ് നോക്കാം. സിലബസ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് മോഡ്യൂൾ ആയിട്ട് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു എ ഐ ആൻഡ് മെഷീൻ ലേണിംഗ് ആണ്. അതിൽ മെഷീൻ ലേണിംഗിന്റെയും എ ഐയുടെയും ബേസിക്സും അതിന്റെ ടൈപ്സും പിന്നെ ന്യൂറൽ നെറ്റ്വർക്ക്സും അതിന്റെ ഒരു ടൂളും ആണ് വരുന്നത്. സെക്കൻഡ് മോഡ്യൂളും തേർഡ് മോഡ്യൂളും മാത്സ് ടോപ്പിക്കുകളാണുള്ളത്. അതിൽ പ്രോബ്ലംസ് ആയിട്ടുള്ളതാണ് വരുന്നത്. അത് ഈ മെഷീൻ ലേണിങ്ങിന് വേണ്ടിയിട്ടുള്ള മാത്സും അതിന്റെ കോൺസെപ്റ്റ്സും ആണ് ഉള്ളത്. ഫോർത്ത് മോഡ്യൂൾ ഡേറ്റ സയൻസ് ആണ്. ഡേറ്റ സയൻസിന്റെ ബേസിക്സ്, അതിന്റെ യൂസസ്, അതിന്റെ ആപ്ലിക്കേഷൻസ്, പിന്നെ കുറച്ച് ഡേറ്റ സയൻസ് ടൂൾസും വരുന്നുണ്ട്. ടാബ്ലൂ, പവർ ബി ഐ, ആർ, പൈത്തൺ ഒക്കെ വെച്ചിട്ടുള്ള ഒരു അനാലിസിസിന്റെ ബേസിക്സും വരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മോഡ്യൂൾ 1 സ്റ്റാർട്ട് ചെയ്യാനാണ് പോകുന്നത്. ഇൻട്രൊഡക്ഷൻ ടു എ ഐ ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനാണ് പോകുന്നത്. ഈ മോഡ്യൂൾ തുടങ്ങുമ്പോൾ തന്നെ ആദ്യത്തെ ടോപ്പിക്കിൽ വരുന്നത് വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി. ഇപ്പം നമ്മൾ ഈ ഒരു കറന്റ് സിനാരിയോയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളരെ ഒരു ബൂമിംഗ് ടെക്നോളജി ആയിട്ട് കാണുന്നുണ്ട്. നമുക്ക് ഈ എ ഐ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ വരുന്നത് ചാറ്റ് ബോട്ടുകളായിരിക്കാം. ചാറ്റ് GPT, ജെമിനി, മെറ്റ AI പോലെയുള്ള ചാറ്റ് ബോട്ടുകളാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരിക. നമ്മളിപ്പോൾ അതിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഒരാൾ ഉത്തരം തരുന്നത് പോലെ ആയിരിക്കും അത് ഉത്തരം തരിക. അപ്പം ആക്ച്വലി നമ്മൾ പണ്ട് കാലത്തൊക്കെ കമ്പ്യൂട്ടറിനെ ഒരു കമ്പ്യൂട്ടർ ഇസ് എ ഡം മെഷീൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് കമ്പ്യൂട്ടറിനോട് നമ്മൾ എന്ത് പറയുന്നോ അത് മാത്രമേ അത് ചെയ്യത്തുള്ളൂ. പൈത്തൺ, C++ പോലെയുള്ള ലാംഗ്വേജസിൽ നമ്മളൊരു പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ അതിൽ എന്താണോ പറയുന്നത് അത് മാത്രം ചെയ്യും. രണ്ട് നമ്പറിനെ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ അത് ആഡ് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞാൽ സബ്ട്രാക്ട് ചെയ്യും, അതിനപ്പുറത്തോട്ട് അത് ചിന്തിക്കത്തില്ല. എന്നാൽ നിർമ്മിത ബുദ്ധി എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു സ്വന്തം ഒരു ഡിസിഷൻ എടുക്കാനുള്ള കേപ്പബിലിറ്റി കാണിക്കും. ബുദ്ധി എന്ന് പറയുന്നതിന് ഇപ്പൊ മനുഷ്യന്റെ കേസിൽ നമ്മൾ ബുദ്ധി എന്ന് പറയുന്നത് ഒരു കാര്യത്തെ വേർതിരിച്ചറിയാനുള്ള കഴിവിനെയാണല്ലോ. അതുപോലെ കമ്പ്യൂട്ടറിന് ആ കഴിവ് കിട്ടുകയാണെങ്കിൽ നമുക്കതിനെ നിർമ്മിത ബുദ്ധി എന്ന് പറയാം. അതിന്റെ ഒരു ഡെഫിനിഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇസ് എ ബ്രാഞ്ച് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ദാറ്റ് ഫോക്കസസ് ഓൺ ക്രിയേറ്റിംഗ് ഇന്റലിജന്റ് സിസ്റ്റംസ് കേപ്പബിൾ ഓഫ് പെർഫോമിംഗ് ടാസ്ക്സ് ദാറ്റ് ടിപ്പിക്കലി റിക്വയർ ഹ്യൂമൻ ഇന്റലിജൻസ്. മനുഷ്യന്റെ ബുദ്ധി വേണ്ടി വരുന്ന കാര്യങ്ങളെ നമുക്ക് കമ്പ്യൂട്ടർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഒരു പ്രോഗ്രാം വെച്ചിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്കതിനെ ആർട്ടിഫിഷ്യലി ഇന്റലിജന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയാം. ഒരു ട്രഡീഷണൽ കമ്പ്യൂട്ടിംഗ് മെത്തേഡ് അല്ല, അത് ഒരു പ്രീ ഡിഫൈൻഡ് ഡേറ്റ വച്ചിട്ടല്ല, പക്ഷെ അത് സ്വയം പഠിച്ചെടുത്ത് അതിന് ഒരു ഉത്തരം നൽകാൻ കഴിയുകയാണെങ്കിൽ അതിനെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് വിളിക്കാം. ഇങ്ങനത്തെ ടാസ്കുകളുടെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിംഗ്, ലേണിംഗ് ഫ്രം എക്സ്പീരിയൻസ്, അണ്ടർസ്റ്റാൻഡിംഗ് ലാംഗ്വേജ്, റെക്കഗ്നൈസിംഗ് പാറ്റേൺ, പെർസെപ്ഷൻ ആൻഡ് റീസണിംഗ്. ഇതിൽ ഓരോന്നും നോക്കുകയാണെങ്കിൽ ഇത് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഡിസിഷൻ മേക്കിംഗ്, നമ്മൾ എന്തെങ്കിലും രണ്ട് കാര്യങ്ങൾ ചോദിച്ചിട്ട് അതിൽ ഏതാണ് നല്ലത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യനാണെങ്കിൽ ആലോചിക്കും ഇതിൽ ഒന്നിന്റെ പ്രോസ് ആൻഡ് കോൺസ്, അതിന് ഒന്ന് ചെയ്യുന്നതിന്റെ നല്ലതും ചീത്തതും അടുത്തത് ചെയ്യുന്നതിന്റെ നല്ലതും ചീത്തതും, എന്നിട്ട് അതിന്റെ ഒരു ഔട്ട്പുട്ട് എടുക്കുകയാണ് മനുഷ്യൻ ചെയ്യുക. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേർതിരിച്ച് അറിയാൻ പറ്റും. ചാറ്റ് ജിപിടിയോട് അല്ലെങ്കിൽ ജെമിനിയോട് നമ്മളിപ്പോൾ രണ്ട് കാര്യം ചോദിച്ചിട്ട് ഏതാണ് നല്ലത് എന്ന് ചോദിച്ചാൽ അതിന് പറയാൻ പറ്റുന്നു. അതിപ്പോൾ അതിന് നേരത്തെ ഫീഡ് ചെയ്തിട്ടുള്ള ഡേറ്റ ആവത്തില്ല. നമ്മൾ ചുമ്മാ റാൻഡംലി രണ്ട് കാര്യം ചോദിക്കുകയാണെങ്കിൽ പോലും അതിന് നമ്മൾ പറയുന്നതിന്റെ അർത്ഥം അറിഞ്ഞ് ഉത്തരം തരാൻ പറ്റും. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്, നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം, അതിപ്പം മാത്സ് പ്രോബ്ലം ആവാം, ഒരു അക്കാഡമിക് പ്രോബ്ലം ആവാം, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് പ്രോബ്ലം ആണെങ്കിലും എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചാൽ ഉത്തരം അതിന് നൽകാൻ കഴിയും. പിന്നെ ലേണിംഗ് ഫ്രം എക്സ്പീരിയൻസ്. ലേണിംഗ് ഫ്രം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഒരു വളരെ കൂടിയ കഴിവായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതായത് നമ്മൾ ഒരു കാര്യം ഒരിക്കൽ ചെയ്തിട്ട് അതിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് കണ്ടാൽ നമ്മൾ അത് വീണ്ടും ചെയ്യത്തില്ല. അതുപോലെ തന്നെ AI-ക്കും ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നല്ലതും ചീത്തതും വേർതിരിഞ്ഞറിയാൻ പറ്റും. അണ്ടർസ്റ്റാൻഡിങ് ലാംഗ്വേജ്,
പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എഴുതുന്നത് മെഷീൻ ലാംഗ്വേജ് ആണ്. ഈവൻ ഹ്യൂമൻ റീഡബിൾ ആയിട്ട് ക്ലോസ് ആണെങ്കിൽ പോലും അത് നമ്മൾ സാധാരണ സംസാരിക്കുന്ന നാച്ചുറൽ ലാംഗ്വേജ് അല്ല. നാച്ചുറൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം തന്നെ നമുക്ക് പല രീതിയിൽ പറയാൻ പറ്റും. ഒരു ആളോട് നമുക്ക് ഒരു കാര്യത്തിനെ പല സെന്റൻസസിൽ, പല രീതിയിൽ, പല വ്യാഖ്യാനത്തിൽ പറയാൻ പറ്റും. ഉപയോഗിക്കുന്ന വാക്കുകൾ വേറെ വേറെ നാനാർത്ഥത്തിലുള്ള സിനോണിംസ് ആയിട്ടുള്ള വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അതിൻ്റെ എല്ലാം അർത്ഥം ഒന്നായിരിക്കും. അപ്പം നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ സിമിലർ ആയിട്ടുള്ള സിനോണിംസ് എഴുതുകയാണെങ്കിൽ പോലും അത് വേറെ വേറെ വാക്കുകളായിട്ട് കണക്കാക്കും. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് രണ്ട് വാക്കുകളുടെ ജസ്റ്റ് അതിൻ്റെ ലെറ്റേഴ്സ് വെച്ചിട്ട് മാത്രമല്ല അതിൻ്റെ അർത്ഥം വച്ചിട്ടുള്ള വ്യത്യാസവും കൂടെ അതിനെ കണക്കാക്കാൻ പറ്റും. അതൊരു മനുഷ്യന്റെ കഴിവ് പോലെ രണ്ട് കാര്യങ്ങൾ, രണ്ട് വാക്കുകൾ അല്ലെങ്കിൽ രണ്ട് ഐഡിയ അതിൻ്റെ അർത്ഥം വെച്ചിട്ട് ജസ്റ്റ് ഒരു വേർഡോ ക്യാരക്ടറോ സെന്റൻസോ വെച്ചിട്ടല്ലാണ്ട് അതിൻ്റെ അർത്ഥം വെച്ചിട്ട് അതിനെ വേർതിരിഞ്ഞറിയാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് കഴിയും. റെക്കഗ്നൈസിങ് പാറ്റേൺ. ഒരു ഡേറ്റ നമ്മൾ ഇതിന് കൊടുക്കുകയാണെങ്കിൽ അത് അതിലെ പാറ്റേൺസ് കണ്ടുപിടിച്ച് തരും. ഇപ്പം നമ്മളൊരു മാസത്തെ നമ്മുടെ ബഡ്ജറ്റ്, ഒരു ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എവിടെയാണ് പൈസ സ്പെൻഡ് ചെയ്തത്, അങ്ങനെയുള്ള ട്രെൻഡുകൾ ഇപ്പം ഒരു 3-4 മാസത്തെ കൊടുത്താൽ നമ്മൾ ഈ 3-4 മാസത്തിൽ എങ്ങനെ ഫൈനാൻഷ്യലി ബിഹേവ് ചെയ്തു എന്നൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പറയാൻ പറ്റും. അപ്പം ഒരു ഡേറ്റ കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ട്രെൻഡ് അനലൈസ് ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് കഴിയും. അടുത്തതാണ് പെർസെപ്ഷൻ ആൻഡ് റീസണിങ്. ഒരു കാര്യം ഒരു കാര്യം നമ്മൾ അതിനോട് പറയുകയോ ചോദിക്കുകയോ ചെയ്യുമ്പോഴത്തേക്കും അതിനത് പെർസീവ് ചെയ്തിട്ട് ഒരു റീസണിങ് തരാൻ പറ്റും. അതിൻ്റെ റീസൺ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ സംശയങ്ങളൊക്കെ ആയിരിക്കും ഈ ചാറ്റ് ബോട്ട്സിനോട് ചോദിക്കുക. അപ്പം നമ്മൾ ചോദിക്കുന്നത് എന്താ എന്ന് മനസ്സിലാക്കി അതിനൊരു ഉത്തരം കഴിയാൻ നൽകും. അതാണ് ഈ പെർസെപ്ഷൻ ആൻഡ് റീസണിങ്. അതിൻ്റെ ഒരു റീസൺ പറഞ്ഞ് അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ അതിന് ഒന്ന് നമ്മൾ മനസ്സിലാക്കി പറയാൻ കഴിയും. ഇനി അടുത്തതായിട്ട് വരുന്നത് കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് AI സിസ്റ്റംസ് ആണ്. AI സിസ്റ്റത്തിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്. ആദ്യത്തേതാണ് ഓട്ടോണമി. ഓട്ടോണമി എന്ന് പറയുന്നത് എബിലിറ്റി ടു ഓപ്പറേറ്റ് വിത്തൗട്ട് ഹ്യൂമൻ ഇന്റർവെൻഷൻ. ഹ്യൂമൻസിന്റെ ഇന്റർവെൻഷൻ ഇല്ലാതെ നമ്മൾ ഇടപെടാതെ തന്നെ AI-ക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതാണ് ഓട്ടോണമി. നമ്മളിപ്പോൾ ഒരു ഡേറ്റ കൊടുത്തിട്ട് അതിലൊരു ട്രെൻഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് നമ്മൾ പിന്നെ ഒന്നും ചെയ്യേണ്ടത് ആ ഡേറ്റ നോക്കി അതിലെ ട്രെൻഡ് കണ്ടുപിടിച്ച് നമ്മളോട് പറയും. അതുപോലെ തന്നെയാണ് അഡാപ്റ്റബിലിറ്റി. അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ലേൺ ആൻഡ് ഇംപ്രൂവ് ഫ്രം ഡേറ്റ ആൻഡ് എക്സ്പീരിയൻസ്. കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിന് എക്സ്പീരിയൻസിൽ നിന്ന് പഠിക്കാൻ പറ്റും. അപ്പൊ അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് അതാണ്. അത് ഒരു തവണ നമ്മൾ ഡേറ്റ കൊടുത്ത് അതിനെ പഠിപ്പിച്ചാൽ പിന്നെ അതുപോലെ തന്നെ ഒരു ഡേറ്റ കൊടുക്കുകയാണെങ്കിൽ അതിന് ഈസിലി ചെയ്യാൻ പറ്റും. ഓരോ തവണ അത് ചെയ്യുമ്പോഴും അത് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. മനുഷ്യരുടെ ഒരു ക്വാളിറ്റി ആണല്ലോ. നമ്മൾ ഓരോ സിറ്റുവേഷൻസിൽ വഴി പോകും തോറും നമുക്ക് സിമിലർ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള എക്സ്പീരിയൻസ് കിട്ടും. എന്നാൽ പുതിയതായിട്ടൊരു സിറ്റുവേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് പഠിക്കാൻ ചിലപ്പോൾ കുറച്ച് സമയം വേണ്ടി വന്നുകൊണ്ടിരിക്കും. അത് തന്നെ ഇപ്പൊ നമുക്ക് ഈ ബോട്ട്സുകളിൽ അറിയാൻ പറ്റും. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമൊക്കെ അടിച്ചു നോക്കുമ്പോൾ കിട്ടൂലായിരുന്നു. പിന്നെ കാലം പോകും തോറും അതിന് കിട്ടും. കാര്യം ആദ്യം അതിന് അങ്ങനത്തെ ഒരു ട്രെയിനിങ് ഡേറ്റ കിട്ടിയിരുന്നില്ല. ആൾക്കാർ കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കൂടുതൽ ട്രെയിനിങ് ഡേറ്റ കിട്ടി അതിന് പഠിക്കാൻ പറ്റുകയാണ്. അപ്പം ഡേറ്റ കൊടുക്കും തോറും അത് ഇംപ്രൂവ് ആവുകയും എക്സ്പീരിയൻസ് കിട്ടുകയും ചെയ്യും. അതാണ് അഡാപ്റ്റബിലിറ്റി. പിന്നെ അടുത്ത റാഷണാലിറ്റി. റാഷണാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഹ്യൂമൻസ് ഉള്ള ഒരു ക്വാളിറ്റി ആണല്ലോ. ഹ്യൂമൻസ് ആർ റാഷണൽ. അതായത് മേക്ക് ഡിസിഷൻസ് ദാറ്റ് എയിം ടു അച്ചീവ് സ്പെസിഫിക് ഗോൾസ്. ഹ്യൂമൻസ് ഇപ്പൊ നമ്മൾ ഒരു ഡിസിഷൻ, നമ്മളൊരു തീരുമാനം എടുക്കുന്നത് പ്രത്യേകിച്ചൊരു ഗോള് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. ഒരു കാര്യം ചെയ്യണോ ചെയ്യണ്ടേ എന്ന് നമ്മൾ ഫൈനലി തീരുമാനിക്കുന്നത് ഒരു കാര്യം കിട്ടാനോ കിട്ടാതിരിക്കാനോ വേണ്ടിയിട്ടായിരിക്കാം. ഇപ്പൊ ഒരു നല്ല കോളേജിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് ഒരു നല്ല പ്ലേസ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഓരോ ഡിസിഷൻ എടുക്കുന്നതിന് ഒരു റീസൺ ഉണ്ട്. ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീസൺ എടുക്കുന്നത്. അതിനെയാണ് റാഷണാലിറ്റി എന്ന് പറയുന്നത്. അപ്പം മനുഷ്യരെ പോലെ തന്നെ AI-ക്കും ഇതുപോലത്തെ റാഷണൽ ആയിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റും. കറക്റ്റ് ആയിട്ട് ഡിസിഷൻസ് എടുത്ത് സ്പെസിഫിക് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി അതിനും കഴിയും. പെർസെപ്ഷൻ, നേരത്തെ പറഞ്ഞതുപോലെ എബിലിറ്റി ടു ഇന്റർപ്രറ്റ് ദ വേൾഡ് ത്രൂ ഇൻപുട്ട്. ഇൻപുട്സ് വച്ചിട്ട്
അതിന് കാര്യങ്ങൾ നമ്മളിപ്പോൾ അത് ടെക്സ്റ്റ് ആവാം, അല്ല ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ക്യാമറ ആൻഡ് സെൻസേഴ്സ് വെച്ചിട്ടുള്ള AI ഉണ്ട്, വീഡിയോസിനെയൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റുന്ന AI ഉണ്ട്. അപ്പൊ പെർസീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, അത് ടെക്സ്റ്റ് ആവാം, അല്ലെങ്കിൽ ഇമേജ് ആവാം, വീഡിയോ ആവാം, അല്ലെങ്കിൽ സെൻസർ ഡേറ്റ ആവാം, ഇലക്ട്രോണിക്കൽ സെൻസേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഡേറ്റ ആവാം. ഇതിൽ നിന്നൊക്കെ അതിന് ഇൻഫോർമേഷൻ പെർസീവ് ചെയ്യാൻ പറ്റും. പിന്നെയാണ് ഇന്ററാക്ഷൻ. ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും യൂസേഴ്സിനോട് അതിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഏറ്റവും നന്നായി മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഏതൊരു ബോട്ടിൽ കയറി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിന് തിരിച്ചൊരു ഉത്തരം തരാനുള്ള ഒരു കഴിവുണ്ട്. അപ്പം അതിന് യൂസേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അടുത്തതാണ് വൈ AI. എന്തിനാണ് AI? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്തിന് നമുക്ക് വേണം? ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് ഉണ്ടല്ലോ, അപ്പം നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ വരുന്നത്? അതാണ് ഈ സ്ലൈഡിൽ പറയാൻ ശ്രമിക്കുന്നത്. ട്രഡീഷണൽ പ്രോഗ്രാമിംഗിൽ നമ്മൾ ഹാർഡ് കോഡ് ചെയ്യുകയാണ്. അതായത് ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും എന്താ നടക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കോഡ് ചെയ്ത് വയ്ക്കും. ഇന്ന ഇൻപുട്ട് ആണെങ്കിൽ ഇഫ് കണ്ടീഷൻ, ദെൻ എന്താ നടക്കേണ്ടത്, എൽസ് എന്താ നടക്കേണ്ടത്, അങ്ങനെ നമ്മൾ ഹാർഡ് കോഡ് ചെയ്താണ് ട്രഡീഷണൽ പ്രോഗ്രാമിംഗിൽ ചെയ്യുക. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ അതിന്റെ ആവശ്യമില്ല. അതിന് ഡൈനാമിക്കലി ആൻസർ തരാൻ പറ്റും, അതിന് പാറ്റേൺസ് പഠിക്കാൻ പറ്റും. നമ്മൾ കൊടുക്കുന്ന ഡേറ്റയിലെ പാറ്റേൺസ് നമ്മൾ തന്നെ ഒന്നും പ്രോഗ്രാമിംഗ് ചെയ്യാണ്ട് അതിനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും, പഠിച്ചെടുക്കാൻ പറ്റും. ട്രഡീഷണൽ പ്രോഗ്രാമിംഗിൽ പ്രീഡിഫൈൻഡ് റിസൾട്ട്സ് ആണ്, പ്രീഡിഫൈൻഡ് റെസ്പോൺസസ് ആണ്. നമ്മൾ പറയുന്ന റെസ്പോൺസസ് അത് തരത്തുള്ളൂ. നമ്മളിപ്പം പ്രിന്റ് ഹലോ എന്ന് പറഞ്ഞാൽ അത് ഹലോ എന്ന് മാത്രമേ പ്രിന്റ് ചെയ്യത്തുള്ളൂ. എന്നാൽ AI അഡാപ്റ്റീവ് അല്ലെങ്കിൽ ഡൈനാമിക് ബിഹേവിയർ ആണ് ഉള്ളത്. നമ്മളിപ്പം ഓരോ തവണ ഒരു ബോട്ടിനോട്, ഒരു AI ബോട്ടിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇത് പല രീതിയിലായിരിക്കും ഉത്തരം തരുന്നത്. നമ്മൾ പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും സിമിലർ ആയിട്ട് അതിന് അർത്ഥം മാറിപ്പോകാത്ത ഉത്തരം തരാൻ പറ്റും. ഇന്ന പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അടിച്ചാൽ മാത്രമേ ഇന്ന ഉത്തരം തരുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻ ഇല്ല. ഒരു മനുഷ്യനോട് സംസാരിക്കുന്നത് പോലെ തന്നെ നമുക്ക് സംസാരിക്കാൻ കഴിയും. ട്രഡീഷണൽ പ്രോഗ്രാമിംഗിൽ പിന്നെ റീപ്രോഗ്രാമിംഗ് ചെയ്തിട്ട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വേറൊരു പ്രോഗ്രാം എഴുതുമ്പോൾ വേറൊരു പ്രോഗ്രാമായി മാറുകയാണ്. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഈ AI മോഡൽ ഓരോ തവണയും പഠിക്കുമ്പോൾ അത് ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. എന്നാൽ ഒരു പ്രോഗ്രാം ഇപ്പം നമ്മൾ വീണ്ടും റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ വ്യത്യാസങ്ങൾ വരില്ല. നമ്മൾ അതിനെ ഒന്നുകൂടെ എഴുതുകയാണെങ്കിൽ അത് വേറൊരു പ്രോഗ്രാമായി. അപ്പം പ്രോഗ്രാമിങ്ങിൽ ഒരു എക്സ്പീരിയൻഷ്യൽ വാലിഡേഷൻ വെച്ചിട്ട്, അല്ലെങ്കിൽ അത് ഓരോ തവണയും റൺ ചെയ്യുമ്പോൾ ബെറ്റർ ആകുകയോ അങ്ങനെയൊന്നുമില്ല. എന്നാൽ AI കാലം ചെല്ലും തോറും, നമ്മൾ ഡേറ്റ കൂടുതൽ കൊടുക്കും തോറും, അതിന് കൂടുതൽ ട്രെയിനിങ് കിട്ടും തോറും അത് ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രഡീഷണൽ പ്രോഗ്രാമിനെക്കാട്ടിയും മച്ച് പവർഫുൾ. പിന്നെ അൺലൈക്ക് ഹാർഡ് കോഡഡ് സിസ്റ്റംസ്, AI മോഡൽസിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ലേൺ പാറ്റേൺസ് ഫ്രം ഹിസ്റ്റോറിക്കൽ ഡേറ്റ. നേരത്തെ പറഞ്ഞ പോലെ ആദ്യം കൊടുത്ത ഡേറ്റയിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും. ജനറലൈസ് ലേൺ ബിഹേവിയർ ടു ന്യൂ സിറ്റുവേഷൻസ്. ഈ തന്ന ഡേറ്റയിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ വേറൊരിടത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ മേക്ക് ഡേറ്റ ഡ്രിവൺ ഡിസിഷൻസ് നോട്ട് എക്സ്പ്ലിസിറ്റ്ലി പ്രോഗ്രാം. നേരത്തെ പറഞ്ഞ പോലെ ഹാർഡ് കോഡഡ് ആയിട്ടുള്ളാത്ത കാര്യങ്ങളും അതിന് ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ചാറ്റ് ബോട്ട്സ് ആണ്. ജെമിനി, മെറ്റ AI, ചാറ്റ് GPT പോലുള്ള, പിന്നെ സിറി, അലക്സ ഒക്കെ പോലെയുള്ള ആപ്ലിക്കേഷൻസ് ആണ് ആദ്യം നമ്മുടെ മനസ്സിൽ വരിക. പിന്നെയാണ് സെൽഫ് ഡ്രൈവിംഗ് കാർസ്. സ്വയം ഒബ്സ്റ്റക്കിൾസിൽ നിന്ന് മാറിപ്പോകുന്ന കാർസും നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഹ്യൂമൻ ഇന്റർവെൻഷൻ വേണ്ട, തന്നെത്താൻ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിക്കാൻ വേണ്ടി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് അതിന് എത്തിക്കാൻ കഴിയും. വഴിയിൽ വേറൊരു കാറിനെ കാണുകയാണെങ്കിൽ മാറണം, ട്രാഫിക് സിഗ്നൽസിൽ നിൽക്കണം, അതെല്ലാം അതിന് തന്നെത്താനെ മനസ്സിലാകും. അങ്ങനത്തെ കാർസ് ഉണ്ട്. ഫേഷ്യൽ റെക്കഗ്നിഷൻ, ഒരാളെ കണ്ടാൽ അത് ആരാ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഫേഷ്യൽ ഡേറ്റ എടുത്തിട്ട് ആ ഡേറ്റ പഠിച്ച് അതിന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ലാർജ് നമ്പർ ഓഫ് ആൾക്കാരുണ്ടെങ്കിൽ ആ ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഒരാളെ വേഗം തിരിച്ചറിയാൻ പറ്റും. നമുക്കിപ്പോൾ മനുഷ്യനെന്ന് പറയുമ്പോഴത്തേക്കും ഒരു സർട്ടൻ ലിമിറ്റ് ഉണ്ടല്ലോ ആൾക്കാരെ ഇങ്ങനെ ഒരു ലാർജ് നമ്പറിൽ നിന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. ഫേഷ്യൽ റെക്കഗ്നിഷൻ വെച്ചിട്ട് നമുക്ക് ഈസിലി ആൾക്കാരെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. പിന്നെ റെക്കമെൻഡേഷൻ സിസ്റ്റംസ്, നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ
ഈ അൽഗോരിതംസ് നമുക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് അനലൈസ് ചെയ്തിട്ടാണ് തരിക. യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, അതൊക്കെ നമ്മൾ എന്താണ് കാണുന്നത്, അപ്പം നമ്മൾ കയറുന്ന സമയത്ത് റാൻഡം ആയിരിക്കും. നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ കയറുന്ന സമയത്ത് റാൻഡം മൂവീസ് ആയിരിക്കും സജസ്റ്റ് ചെയ്യുക. നമ്മൾ ഒരു ടൈപ്പ് ഓഫ് മൂവീസ് കൂടുതൽ കാണും തോറും പിന്നെ സജസ്റ്റ് ചെയ്യുന്ന മൂവി അതുമായിട്ട് സിമിലർ ആയിരിക്കും. കാര്യം അതിന് മനസ്സിലായി നമ്മൾ ഇങ്ങനത്തെ മൂവീസ് ആണ് കാണുക, അതാണ് ഇഷ്ടം, അതുകൊണ്ട് പിന്നെ തൊട്ട് അത് സജസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം ഹിസ്റ്റോറിക്കൽ ഡേറ്റയിൽ നിന്ന് പഠിച്ചെടുത്തിട്ട് ഫ്യൂച്ചറിൽ അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ളത് സജസ്റ്റ് ചെയ്യുകയാണ്. മെഡിക്കൽ ഡയഗ്നോസിസ് ടൂൾസ്, നമ്മുടെ ഒരു മെഡിക്കൽ ഡേറ്റ ഫീഡ് ചെയ്ത് കൊടുത്താൽ, നമ്മുടെ മെഡിക്കൽ റിപ്പോർട്ട്സ്, മെഡിക്കൽ ഹിസ്റ്ററി ഫീഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പ്രോബ്ലംസ് അല്ലെങ്കിൽ സിംറ്റംസ്, എന്തെങ്കിലും ഡിസീസസ്, അതൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബോർഡ്സ് ഒക്കെ ഇപ്പോഴേ വന്നു കഴിഞ്ഞു. പിന്നെ നമ്മുടെ സിംറ്റംസ് ഒക്കെ കൊടുക്കുമ്പോൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ നമ്മുടെ മെഡിക്കൽ ഒരു ഡയഗ്നോസിസ് തരാൻ പറ്റുന്ന തന്നെ മോഡൽസ് ഡെവലപ്ഡ് ആണ്. അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇനി അടുത്ത മെയിൻ ആയിട്ട് വരുന്നതാണ് മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗ് വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നത് മെഷീൻ പഠിക്കുന്നു. ഒരു മെഷീന്റെ പഠനത്തിന്റെ ഒരു ഫീൽഡാണ് മെഷീൻ ലേണിംഗ്. ഈ മെഷീൻ ലേണിംഗ് ഇസ് എ സബ് ഫീൽഡ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഭാഗം മാത്രമാണ് മെഷീൻ ലേണിംഗ്. അതിന്റെ ഒരു സബ്സെറ്റ് ആണ് മെഷീൻ ലേണിംഗ്. That enables systems to learn and improve from experience without being explicitly programmed. നേരത്തെ പറഞ്ഞ ആ ഒരു കഴിവ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് മെഷീൻ ലേണിംഗ് വെച്ചിട്ടാണ്. മെഷീൻ ലേണിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻലി കുറേ മാത്തമാറ്റിക്സ് വരുന്ന ഒരു ഫീൽഡാണ്. അതിൽ നമ്മൾ പല മാത്സ് ടെക്നിക്സ് വെച്ചിട്ടൊക്കെ ഡേറ്റയെ അനലൈസ് ചെയ്തിട്ട് ഡിസിഷൻസ് എടുക്കുകയും നമ്മൾ അതിൽ നിന്നൊരു പാറ്റേൺ കണ്ടെത്തുകയും ഒക്കെ ചെയ്യും. It focuses on developing algorithms that can learn patterns from data and make decisions or predictions. Mainly predictions. ഒരു ഡേറ്റ കൊടുത്തിട്ട് നമ്മൾ അതിനെ വെച്ചൊരു മോഡൽ ഉണ്ടാക്കി പിന്നെ നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ എന്ത് ഔട്ട്പുട്ട് വരാം എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീൻ ലേണിംഗ് നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. ഇപ്പം കഴിഞ്ഞൊരു 10 വർഷത്തെ ഒരു ബിസിനസ് ഡേറ്റ, ഒരു കമ്പനിയുടെ ബിസിനസ് ഡേറ്റ വെച്ചിട്ട് നമ്മളൊരു മോഡൽ ട്രെയിൻ ചെയ്താൽ വരും കാലങ്ങളിൽ എങ്ങനെയായിരിക്കും എന്ന് അതിനൊന്ന് ഗസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു ഫെസ്റ്റീവ് സീസൺസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഇത്രയും കൂടും, ഇന്ന ഫെസ്റ്റീവ് സീസൺ വരുമ്പോഴാണ് കൂടുക. ഇപ്പൊ ഇന്ന ചില കാര്യങ്ങൾക്ക് ഇപ്പൊ കേക്ക് ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ക്രിസ്മസിന്, പിന്നെ ഈ ട്രഡീഷണൽ ക്ലോത്ത്സ്, ഇപ്പൊ സെറ്റുമുണ്ട്, അങ്ങനത്തെയൊക്കെ ഓണം വരുമ്പോഴത്തേക്കും അങ്ങനെ ഉള്ള ഒരു രീതിയിലുള്ള അനാലിസിസ് ചെയ്തിട്ട് അതിന് പ്രഡിക്ഷൻസ് തരാൻ കഴിയും. അതാണ് മെഷീൻ ലേണിംഗ് വെച്ചിട്ടുള്ള ഒരു ഉപയോഗം. പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ ഒരു രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്തെടുക്കുന്നത് മെഷീൻ ലേണിംഗ് വെച്ചിട്ടാണ്. അത് ഒരു മെത്തേഡ് മാത്രമാണ്. മെഷീൻ ലേണിംഗ് ഒരു സബ്സെറ്റ് ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ. അടുത്തതായി വരുന്നത് ടൈപ്സ് ഓഫ് ML. മെഷീൻ ലേണിംഗിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ്. മെയിൻലി 3 ടൈപ്പാണ് ഉള്ളത്. ഒരുപാട് ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ് ഉണ്ട്. നമ്മൾ പക്ഷെ ജനറലി പറയുമ്പോൾ ഒരു 3 ടൈപ്പ് പറയും. അതിൽ വരുന്നതാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആൻഡ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. ഇങ്ങനത്തെ 3 ടോപ്പിക്സ് ആണ് വരുന്നത്. ആദ്യമായി തന്നെ സൂപ്പർവൈസ്ഡ് ലേണിംഗ്. എന്താണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്? സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ മേൽനോട്ടം. അപ്പം ഒരു മോഡലിനെ ഒരാളുടെ മേൽനോട്ടത്തിൽ പഠിപ്പിക്കുന്നതിനെയാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. അത് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ഒരു ഡേറ്റ കാണും. നമ്മൾ എപ്പോഴും ഒരു മോഡൽ ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ഒരു ഡേറ്റ കാണണം. എന്നാലേ പിന്നെ ആ മോഡൽ വെച്ചിട്ട് നമുക്ക് ഒരു ഇൻപുട്ട് കൊടുത്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇപ്പം ഒരു 10 വർഷത്തെ ഡേറ്റ ഉണ്ടെങ്കിൽ അതിനെ വെച്ച് ട്രെയിൻ ചെയ്ത് നമ്മളൊരു മാത്തമാറ്റിക്കൽ ഒരു ഫംഗ്ഷൻ, ഒരു ഇക്വേഷൻ ഉണ്ടാക്കി, ഒരു മോഡൽ ഉണ്ടാക്കി. ഇപ്പൊ മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു ഇക്വേഷൻ ആണ്. ആ ഇക്വേഷൻ നമ്മൾ ഒരു ട്രെയിനിങ് പ്രോസസ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് ഒരു ഇൻപുട്ട് കൊടുക്കാം. ഇൻപുട്ട് കൊടുത്താൽ അതൊരു ഔട്ട്പുട്ട് തരും. അതാണ് ഇതിലെ മെയിൻ പോയിന്റ്. എന്നിട്ട് ആ ഔട്ട്പുട്ടിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ തന്നെ ആ എററിനെ ട്യൂണിങ് ചെയ്ത് കറക്റ്റ് ചെയ്യും, ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിലെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതൊരു ഡയറക്റ്റ്ലി ഒരു ഔട്ട്പുട്ട് തരുന്നുണ്ട്. ആൻഡ്
ML technique where a model is trained upon a specific labeled dataset with defined input and output ആണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പം ലേബിൾഡ് ഡേറ്റാസെറ്റ് എന്ന് പറയുന്ന ഡേറ്റാസെറ്റ് അതില് ഇൻപുട്ടും ഔട്ട്പുട്ടും കപ്പിൾ ചെയ്ത് നമുക്ക് കാണിക്കാൻ പറ്റും. ഒരു ഇൻപുട്ടിന് ഇന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞുള്ള രീതിയിൽ നമുക്ക് കാണിക്കാൻ പറ്റും. അതിനെയാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് നമ്മൾ പറയുക. അത് എന്നിട്ട് ഫ്യൂച്ചറിൽ ഫൈൻ ട്യൂണിങ് വെച്ച് ബെറ്റർ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കാനും നമ്മൾക്ക് പറ്റും. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സ്പാം ഡിറ്റക്ഷൻ. നമ്മുടെ ഇമെയിൽ ഒരുപാട് സ്പാം മെയിൽസ് ഒക്കെ വന്നേക്കാം. അപ്പൊ ഈ സ്പാം ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഞാനൊരു മോഡൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആ മോഡലിനെ എങ്ങനെ ട്രെയിൻ ചെയ്യാം? നമ്മൾ ആ മോഡലിനെ പഠിപ്പിക്കാം. ഇങ്ങനെ ഒരു ടെക്സ്റ്റ് വരികയാണെങ്കിൽ അത് സ്പാം ആകാം, ഇങ്ങനെ ഒരു ടെക്സ്റ്റ് വരികയാണെങ്കിൽ അത് സ്പാം ആകത്തില്ല. ഇതൊക്കെ നമുക്കൊരു അസംഷൻ ആണ്. ഇതൊക്കെ കണ്ടാൽ ടു ഗുഡ് ടു ബി ട്രൂ. നമുക്ക് കാണുമ്പോഴേ അറിയാം അങ്ങനെയൊന്നും നടക്കത്തില്ല, അതൊരു പറ്റിപ്പാവാം. അങ്ങനെ നമുക്ക് ഫ്ലാഗ് ചെയ്യാം. ഒരു 99% സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ളൊരു ഡേറ്റ വച്ചിട്ട് നമുക്ക് ഒരു മോഡലിനെ പഠിപ്പിച്ചെടുക്കാം എന്തൊക്കെയാണ് സ്പാം, എന്തൊക്കെയാണ് സ്പാം അല്ലാത്തതെന്ന്. ഇത് ബേസിക്കലി ഒരു കൊച്ചു കുട്ടി ജനിക്കുന്ന സമയത്ത് അതിന് വലിയ നോളജ് ഒന്നും കാണത്തില്ലല്ലോ. അപ്പൊ നമ്മൾ അതിനൊരു കസേര കാണിച്ചാൽ ഏതാന്ന് അറിയുന്നുണ്ടാവില്ല. എന്നാൽ ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മൾ പറയാണ് അതാണ് കസേര. അങ്ങനെ നമ്മൾ ഒരുപാട് നാള് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പിന്നെ അതിനറിയാം അതാണ് കസേര എന്ന്. അതുപോലെ തന്നെ മെഷീൻ ലേണിംഗിൽ ബേസിക്കലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഇപ്പൊ സ്പാം എന്താണ് എന്ന് അറിയണമെങ്കിൽ സ്പാം ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കും. എന്താണ് സ്പാം അല്ലാത്തത് എന്നറിയണമെങ്കിൽ സ്പാം അല്ലാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കുമ്പോഴാണ് സ്പാം ഡിറ്റക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഷീൻ ലേണിംഗ് ഒരു പഠിപ്പിച്ചെടുക്കാൻ നമുക്ക് കഴിയുക. അടുത്തതായിട്ട് വരുന്ന അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. അതെന്ന് പറഞ്ഞാൽ മെഷീൻ ലേണിംഗ് ടെക്നിക് where a model is trained upon a specific unlabeled dataset. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു ലേബിൾഡ് ഡേറ്റാസെറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ടിന്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് കാണും. അപ്പം ഓഫ് കോഴ്സ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ അങ്ങനെ കാണത്തില്ലായിരിക്കും. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ നമ്മളൊരു ഡേറ്റ, അവിടെയും ഡേറ്റ ഉണ്ട്, ഡേറ്റയിൽ നിന്ന് നമ്മളൊരു മോഡൽ എടുക്കും. ആ മോഡലിന് ഒരു ഇൻപുട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് വരണമെന്നില്ല. ഔട്ട്പുട്ട് ആയിരിക്കത്തില്ല അവിടെ വരുന്നത്, അവിടെ മോഡൽ ഗ്രൂപ്പിംഗ്സ് ആയിരിക്കും വരുന്നത്. അതെന്ന് പറയുന്നത് സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. അതായത് സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ ഞാനിപ്പോൾ ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേക്കും അടുത്ത മാസത്തെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതൊരു പ്രഡിക്ഷൻ തീർച്ചയായിട്ടും തരും. എന്നാൽ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ ഡയറക്റ്റ്ലി ഒരു ഔട്ട്പുട്ട് തരിക അല്ല ചെയ്യുന്നത്. അത് ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആ ഇൻപുട്ടിനെ അനലൈസ് ചെയ്തിട്ട് അത് അതിലൊരു ഒബ്സർവേഷൻ ആയിരിക്കും തരുന്നത്. ഇപ്പം ഒരു ഇൻപുട്ട് കൊടുത്തപ്പോഴത്തേക്കും അതൊരു കുറച്ച് ക്ലസ്റ്റേഴ്സ് ആക്കി മാറ്റിയിട്ട് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് പാറ്റേൺ കണ്ടുപിടിച്ചതായിട്ടായിരിക്കും തരിക. ഇപ്പം കൾച്ചറൽ സിമിലാരിറ്റി, നമ്മൾ ഇന്ത്യയിലെ കുറേ സ്റ്റേറ്റ്സ് എടുക്കുകയാണെങ്കിൽ സിമിലർ കൾച്ചേഴ്സ് ഉള്ളതിനെ ഗ്രൂപ്പ് ചെയ്ത് അങ്ങനെ ഉള്ളതൊക്കെ ആയിരിക്കും ഇത് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ വരിക. അതായത് ഒരു ട്രഡീഷണൽ സെൻസിൽ ഔട്ട്പുട്ട് തരികയായിരിക്കില്ല അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ചെയ്യുക. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇതിന്റെ എക്സാമ്പിൾ ഒരു ക്ലസ്റ്ററിംഗ് ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 4 കസ്റ്റമേഴ്സിനെ കാണാം. 101, 102, 103, 104 തുടങ്ങിയ 4 കസ്റ്റമേഴ്സിനെ കാണാം. അവരുടെ ഏജ്, പിന്നെ ആനുവൽ സ്പെൻഡിങ്, ഒരു വർഷം എത്ര ചെലവാക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഡേറ്റ. ഈ ഡേറ്റയാണ് നമ്മുടെ മോഡലിനെ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡേറ്റ. അപ്പം ഒരു അൺസൂപ്പർവൈസ്ഡ് മോഡൽ ആണെങ്കിൽ ഇപ്പം അത് ഡയറക്റ്റ്ലി ഒരു ഔട്ട്പുട്ട് ആയിരിക്കത്തില്ല തരുന്നത്. നമ്മൾ ഓൾറെഡി ഇങ്ങനത്തെ ഹൈ ലോ ആയിട്ടുള്ള ഡേറ്റ ഒക്കെ പഠിപ്പിച്ച ഒരു മോഡൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ഇങ്ങനെ ഇത് ഒരു എക്സാമ്പിൾ ഡേറ്റ, ഈ എക്സാമ്പിൾ ഡേറ്റ കൊടുക്കുമ്പോഴത്തേക്കും അത് ഈ കസ്റ്റമേഴ്സിനെ ക്ലാസിഫൈ ചെയ്ത് ഹൈ സ്പെൻഡ് ചെയ്യുന്ന കസ്റ്റമേഴ്സും ലോ സ്പെൻഡ് ചെയ്യുന്ന കസ്റ്റമേഴ്സുമായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ അതവിടെ ഒരു പാറ്റേൺ ഡിറ്റക്ട് ചെയ്യുകയാണ്. ഹൈ സ്പെൻഡിങ്ങിന്റെ ഒരു പാറ്റേൺ, ലോ സ്പെൻഡിങ്, ആ പാറ്റേൺ ഡിറ്റക്ട് ചെയ്ത് ക്ലാസിഫൈ ചെയ്തെടുക്കുകയാണ്. ഇതിനെ ഒരു അൺസൂപ്പർവൈസ്ഡ് മോഡൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഒരു അൺസൂപ്പർവൈസ്ഡ് മോഡൽ ഗ്രൂപ്പ്സ് ദീസ് കസ്റ്റമേഴ്സ് ഇൻടു ക്ലസ്റ്റേഴ്സ് ബേസ്ഡ് ഓൺ സിമിലാരിറ്റി. സിമിലർ ആയിട്ടുള്ളതിനെ അടുത്ത് കൊണ്ടുവന്ന് ക്ലസ്റ്റർ ചെയ്യും.
അടുത്തടുത്തുള്ളതിനെ ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് അത് കൺസിഡർ ചെയ്യും. അടുത്തടുത്തല്ല, അതായത് അതിന്റെ സിമിലാരിറ്റി, അടുത്തടുത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് സിമിലാരിറ്റിയാണ്. അപ്പം ഒരു സിമിലാരിറ്റി ആയിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അടുത്തടുത്ത് വരുന്ന ഡേറ്റയെ അത് ഒരുമിച്ച് വയ്ക്കും, അടുത്തടുത്ത് വരാത്ത ഡേറ്റയെ അത് ദൂരെ വയ്ക്കും. സിമിലർ ആയിട്ട് ഉള്ളതല്ലാത്തതിനെ എല്ലാം അത് വേറെ വേറെ കാറ്റഗറിയിലിടും. അപ്പം ഈ മോഡൽ എന്ന് പറഞ്ഞാൽ അത് ഒരു ഇൻപുട്ടിന് ഒരു ഔട്ട്പുട്ട് തരിക, അങ്ങനത്തെ ഒരു ഇതിൽ പോകാണ്ട് അത് തന്നെ അതിലൊരു പാറ്റേൺ കണ്ടുപിടിക്കും. ആ മോഡൽ തന്നെ ഈ ഡേറ്റ നമ്മൾ ചുമ്മാ ഇപ്പൊ ഈ ഡേറ്റ ഞാൻ എടുത്ത് കൊടുത്തു, അതിൽ എന്തെങ്കിലും ഒരു പാറ്റേൺ കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പാറ്റേൺ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം ഈ ഒരു ഡേറ്റയുടെ ഔട്ട്പുട്ട് ഇങ്ങനെയാകാം. C101 ആൻഡ് C10, ഈ രണ്ട് കസ്റ്റമേഴ്സും ക്ലസ്റ്റർ 1 നമ്മൾ ഇടുകയാണ്. ബഡ്ജറ്റ് ഷോപ്പേഴ്സ്. ഇവർക്ക് രണ്ടുപേർക്കും അവരുടെ ചെലവ് കുറവാണ്, അവർ അധികം സ്പെൻഡ് ചെയ്യുന്നില്ല. അത് കാരണം നമുക്ക് അവരെ ബഡ്ജറ്റ് ഷോപ്പേഴ്സ് അല്ലെങ്കിൽ ലോ സ്പെൻഡിങ് ഇൻഡിവിജ്വൽസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. എന്നാൽ സെക്കൻഡും തേർഡും ലാർജ് എമൗണ്ട്സ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അവരെ പ്രീമിയം ഷോപ്പേഴ്സ് അല്ലെങ്കിൽ ഹൈ സ്പെൻഡിങ് ഇൻഡിവിജ്വൽസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇതുപോലെ തന്നെ ഇപ്പൊ ക്ലാസ്സിലെ സ്റ്റുഡൻസിന്റെ ഡേറ്റ കൊടുക്കുകയാണെങ്കിൽ ഇന്ന CGPAയുടെ ഇടയിൽ വരുന്ന സ്റ്റുഡൻസിനെ ഒരു ക്ലസ്റ്ററിൽ, ഇപ്പം 8ന്റെയും 9ന്റെയും ഇടയിൽ വരുന്നത്, 7ന്റെയും 8ന്റെയും ഇടയിൽ വരുന്നത്, അല്ലെങ്കിൽ 9ന്റെയും 10ന്റെ ഇടയിൽ വരുന്നത്, അങ്ങനെയുള്ള ഗ്രൂപ്പ് ക്ലസ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇത് ഒരു എക്സാമ്പിൾ ആണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ. അടുത്ത ഒരു ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. ഇതൊരു ട്രഡീഷണൽ സെൻസിലുള്ള ലേണിംഗ് അല്ല. ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഡേറ്റ ഡയറക്ട്ലി അങ്ങനെ ആയിരിക്കത്തില്ല. ഓൾറെഡി ഏജന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ കാണും, ഒരു പ്രോഗ്രാം കാണും, അതൊരു സിസ്റ്റം ആയിരിക്കും, ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഒരു മെഷീൻ ലേണിംഗ് വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം ആയിരിക്കും. ഒരു സോഫ്റ്റ്വെയർ ആവാം, ഒരു പ്രോഗ്രാം ആവാം. ആ പ്രോഗ്രാം എങ്ങനെയാണ് പഠിക്കുന്നത് എന്ന് വെച്ചാൽ അതിന് നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, അത് ഒരു ആക്ഷൻ എടുക്കും, അതൊരു കാര്യം ചെയ്യും. ആ കാര്യം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അതിനൊരു പ്ലസ് പോയിന്റോ മൈനസ് പോയിന്റോ, ഒരു റിവാർഡോ പെനാൽറ്റിയോ കൊടുക്കും. അപ്പോഴത്തേക്കും അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അതിന് മനസ്സിലാവും നല്ല കാര്യങ്ങളെ ചെയ്യും. അത് നമ്മൾ ആദ്യമേ പ്രോഗ്രാം ചെയ്ത് വെക്കും. മിനിമൈസ് ചെയ്യണം മൈനസ് പോയിന്റ്സ് എന്ന് നമ്മൾ പറഞ്ഞു വെക്കുമ്പോഴത്തേക്കും അതിന് മനസ്സിലാവും മറ്റേ കാര്യങ്ങൾ ചീത്തതാണ്, അത് ചെയ്യരുത്, നല്ല കാര്യമേ ചെയ്യാവുള്ളൂ. അത് ഇറ്റ് ഈസ് സിമിലർ ടു ട്രെയിനിങ് എ ഡോഗ്. നമ്മളൊരു പട്ടിക്കുട്ടിയെ എങ്ങനെയാണോ ട്രെയിൻ ചെയ്യുന്നത് അതുപോലെ ആണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതും ഒരു കൈൻഡ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആണ്. അതിനോട് ഫെച്ച് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് ആദ്യം മനസ്സിലായി എന്ന് വരില്ല. എന്നാൽ ഒരു തവണ അത് ഫെച്ച് ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അതിനൊരു ട്രീറ്റ് കൊടുക്കുമ്പോഴത്തേക്കും അത് മനസ്സിലാവും നല്ലൊരു കാര്യമാണെന്ന്. അതുപോലെ പിന്നെ അത് കൂടുതൽ ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ നമുക്ക് ഈ പ്രോഗ്രാമിനെ പഠിപ്പിച്ചെടുക്കാം. നിങ്ങൾ പ്ലസ് പോയിന്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവുള്ളൂ, അതാണ് നല്ലത് എന്ന് പറയുമ്പോഴത്തേക്കും അത് അവിടെ റീഇൻഫോഴ്സ്, ഓരോ തവണയും അത് പ്ലസ് പോയിന്റ് കിട്ടുന്തോറും അതിന് മനസ്സിലാവുകയാണ് ഇത് ചെയ്യണമെന്ന്. അപ്പം അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ലേണിംഗ് ആണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. എവിടെയാണോ ഇത് ആക്ഷൻ എടുക്കുന്നത് അത് ആ ഏജന്റിന്റെ എൻവയോൺമെന്റ് എന്ന് നമുക്ക് പറയാം. ഒരു reinforcement learning agent is a decision-making system that learns by interacting with an environment, receiving rewards or penalties, and improving its actions over time to maximize total reward. അപ്പം അതൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റം ഒരു ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കും ഒരു എൻവയോൺമെന്റിൽ, അതിൽ റിവാർഡോ പെനലിറ്റിയോ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം ഓവർ ടൈം അത് ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. കാര്യം അതിന് കൂടുതൽ റിവാർഡ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു ഉദ്ദേശം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അത് കൂടുതൽ റിവാർഡ്സ് കിട്ടാനേ ശ്രമിക്കത്തുള്ളൂ, പെനാലിറ്റി മിനിമൈസ് ചെയ്യാൻ നോക്കും. അങ്ങനെ അത് ഓവർ ടൈം ലേൺ ചെയ്ത് വരും. അതിൻ്റെ ഒരു നല്ലൊരു എക്സാമ്പിളാണ് ഗെയിം ബോട്ട്. ഒരു ഗെയിം ബോട്ട്, ഇപ്പൊ പാക്മാൻ ഗെയിം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ ഒരു ഫിഗർ കാണും, ആ ഫിഗർ ഫുഡ് കഴിച്ചുകൊണ്ട് ഒരു മെയ്സ് വഴി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ആ ഗെയിമിൽ നമുക്ക് നമ്മുടെ അപ്പ് ഡൗൺ ആരോ വെച്ചിട്ട് കൺട്രോൾ ചെയ്ത് മെയ്സിന്റെ സൈഡിലോട്ട് പോവാം. അതിൽ മെയ്സിന്റെ ചില സ്ഥലങ്ങളിൽ ഒരു ഗോസ്റ്റ് കാണും. ആ ഗോസ്റ്റിൽ ചെന്ന് നമ്മുടെ ഈ പാക്മാന്റെ സർക്കിൾ തട്ടുകയാണെങ്കിൽ ഗെയിം ഓവർ ആവും, ആ പാക്മാൻ ഒരു ലൈഫ് ലൂസ് ചെയ്യും. അപ്പം അത് കളിക്കുന്ന ഒരു ബോട്ടിനെ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഓരോ സ്റ്റേറ്റിലും അത് ഇപ്പം ഒരു സ്റ്റേറ്റിൽ എത്തുമ്പോൾ അത് ആദ്യമൊക്കെ റാൻഡംലി ആക്ഷൻ എടുക്കുകയായിരിക്കും. പക്ഷെ ചിലപ്പം ആ ആക്ഷൻ പെനൽറ്റി ആയിരിക്കും തരുന്നത്. അപ്പൊ ആ തവണ അത് പറ്റി, പിന്നെ അടുത്ത തവണ അതിനറിയാം അങ്ങനെ ചെയ്തപ്പോൾ പെനൽറ്റി കിട്ടുന്നുണ്ട്, പിന്നെ അത് ചെയ്യത്തില്ല. അപ്പൊ ഇവിടെ നമ്മളൊരു സ്റ്റേറ്റ് കാണുകയാണ്, പാക്മാൻ ഒരു ജംഗ്ഷൻ എത്തി, അത്
ഒരു ആക്ഷൻ എടുത്തു, മൂവ് ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു ആക്ഷൻ എടുത്തു. അപ്പൊ അതിന് +10 പോയിന്റ് കിട്ടി. അടുത്ത സ്റ്റേറ്റ് പാക്മാൻ പുതിയ കോറിഡോറിലോട്ട് പോകും. അപ്പം ഓരോ തവണ അത് ഒരു ആക്ഷൻ എടുക്കുമ്പോഴത്തേക്കും കിട്ടുന്ന റിവാർഡോ പെനലിറ്റിയോ അനുസരിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അടുത്തത് പിന്നെ അടുത്തിപ്പോ ഒരു കോർണറിലോട്ട് എത്തി, അതെന്ത് ചെയ്തു, റൈറ്റിലോട്ട് മൂവ് ചെയ്തു. അപ്പൊ ഒരു ഗോസ്റ്റിൽ തട്ടി. അപ്പൊ എന്ത് പറ്റി, പാക്മാൻ ലൂസസ് ലൈഫ്, അതിന്റെ ഒരു ലൈഫ് പോയി. അപ്പൊ അതൊരു ചീത്തതായിട്ടുള്ള കാര്യമായിട്ടത് കൺസിഡർ ചെയ്യും. അതൊരു കോറിഡോറിലെത്തി, മൂവ് അപ്പ് ചെയ്തു, ഒന്നും കിട്ടിയില്ല. അപ്പൊ പാക്മാൻ ആ സ്ഥിതിക്ക് തന്നെ ഇരിക്കും. അപ്പം ഈ ഏജന്റ് എന്താ ചെയ്യുക, അല്ലെങ്കിൽ പാക്മാൻ കൺട്രോളർ എന്ന് പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കുന്ന ബോട്ട് എന്താ ചെയ്യുക, ഇറ്റ് ലേൺസ് ത്രൂ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ബൈ പ്ലേയിങ് ദ ഗെയിം, ഇംപ്രൂവിങ് ഇറ്റ്സ് ഡിസിഷൻ ബേസ്ഡ് ഓൺ റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്സ്. റിവാർഡ്സും പണിഷ്മെന്റ്സും വച്ചിട്ട് അത് മനസ്സിലാക്കുകയാണ് ഏത് കാര്യമാണ് അത് ആക്ച്വലി ചെയ്യേണ്ടതെന്ന്. ഇതിനെയാണ് ആ വാക്കിൽ വരുന്നത് തന്നെ റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്നത് ഇതിനെയാണ്. അടുത്ത ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Thank you.